വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8-ബിറ്റ് സബ്ട്രാക്ഷൻ 8051 മൈക്രോ കൺട്രോളർ കിറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായി പോകുന്നത്. 8-ബിറ്റ് സബ്ട്രാക്ഷൻ്റെ പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ക്ലിയറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എളുപ്പം അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 05 - 03 സബ്ട്രാക്ട് ചെയ്ത് 02 കിട്ടുക. അതുപോലെ 03 - 05 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ FE ആയിരിക്കും. എങ്ങനെയാണ് സബ്ട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കാം. 05 - 03 ആണ് നമുക്ക് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലൊക്കേഷനിൽ കൊടുക്കേണ്ടത് നമ്മൾ രണ്ടാമത്തെ നമ്പർ ആയിരിക്കണം, അതായത് 03 ആയിരിക്കണം കൊടുക്കേണ്ടത്. സെക്കൻഡ് ലൊക്കേഷനിലായിരിക്കണം 05 എന്നുള്ളൊരു നമ്പർ കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മുടെ പ്രോഗ്രാം ബേസ് ചെയ്തിട്ട് നമുക്ക് 5 - 3യുടെ റിസൾട്ട് 02 നമുക്ക് 4500 സ്റ്റോർ ചെയ്യാനായി പറ്റുക. അതുപോലെ 03 - 05 ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ലൊക്കേഷനിൽ നിങ്ങൾ 05ഉം സെക്കൻഡ് ലൊക്കേഷനിൽ 03യും കൊടുക്കുക. എന്നാലാണ് 03 - 05ൻ്റെ റിസൾട്ടായ FE നമുക്ക് ആൻസറായിട്ട് കിട്ടുക. ഈ സബ്ട്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ബൈനറി കൺവേർഷൻ ചെയ്ത് 2's കോംപ്ലിമെൻ്റ് ഒക്കെ എടുത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഉള്ളത് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിലാണ് നമുക്ക് ഈസി ആയിട്ടത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സോ ഇങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് ഇൻപുട്ട് ലൊക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ലൊക്കേഷനിൽ വരുന്ന ഡേറ്റ എന്താണെന്ന് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, കിറ്റ് യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു ഇൻപുട്ട് ഡേറ്റാസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഇതുപോലെ തന്നെ വരുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ നമ്പേഴ്സ് അല്ല, നമുക്ക് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ഇതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്ത് റിസൾട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് കിറ്റ് യൂസ് ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാനായിട്ട് കഴിയും. ഈ ഒരു പ്രോഗ്രാം വഴി നമുക്ക് ഏത് ഇൻപുട്ട് ഡേറ്റാസ് കൊടുത്താലും നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ALP എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ലോജിക്ക് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് 8051 കൺട്രോളർ കിറ്റ് നമുക്ക് കണക്റ്റ് ചെയ്യാം. കീബോർഡുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓണാക്കുന്ന സമയത്ത് മൈക്രോ 51 എന്ന് കാണിക്കുന്നു. ആ സമയത്ത് A കൊടുത്തു എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഒറിജിൻ ചോദിക്കുന്നുണ്ട്. ഒറിജിനിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനായ 4100 ടൈപ്പ് ചെയ്യുന്നു. ആ ലൊക്കേഷനിലാണ് നമ്മൾ ഫസ്റ്റ് ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. മൂവ് GPTR, #4200 ഫസ്റ്റ് ഇൻപുട്ട് ലൊക്കേഷനാണ് നമ്മൾ കൊടുത്തത്. അത് കഴിഞ്ഞ് എൻ്റർ കീ 2 തവണ പ്രസ് ചെയ്യുമ്പോഴാണ് അടുത്ത ലൊക്കേഷൻ വരുന്നത്. മൂവ് XA, എന്നുള്ള രണ്ടാമത്തെ ലൈൻ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അഗെയിൻ 4104 എന്നുള്ള മെമ്മറി അഡ്രസ്സിലേക്ക് മൂവ് R1, A. ഓക്കെ, INC DPTR കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാം ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. മൂവ് XA, DPTR കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സബ്ട്രാക്ഷനുള്ള ഇൻസ്ട്രക്ഷൻ എഴുതുവാണ്. സബ് B A, R1. അത് കഴിഞ്ഞ് സബ്ട്രാക്ട് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്യണം. സോ മൂവ് GPTR, #4500 എന്നുള്ളൊരു ഔട്ട്പുട്ട് ലൊക്കേഷൻ, ഇത് നമുക്ക് #4500 എന്നുള്ള ഔട്ട്പുട്ട് ലൊക്കേഷൻ ഡേറ്റ പോയിൻ്ററിലേക്ക് കൊണ്ടുവരുന്നു. അക്യുമുലേറ്ററിലിരിക്കുന്ന റിസൾട്ടിനെ ഇനി ഡേറ്റ പോയിൻ്ററിലേക്ക് ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാൻ മൂവ് X@DPTR, A കൊടുക്കുന്നു. അത് കഴിയുമ്പോഴേക്കും പ്രോഗ്രാം കഴിയുന്നുണ്ട്. ഷോർട്ട് ജമ്പ് ചെയ്ത് ആ മെമ്മറി അഡ്രസ്സ് കൊടുക്കുന്നു. ഓക്കെ, എന്താണോ ലാസ്റ്റ് ലൈൻ ആ ലൈൻ കൊടുത്ത് നമ്മൾ എൻഡ് ചെയ്യുന്നു. ഡോട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്ത പ്രോഗ്രാം കാണണമെങ്കിൽ എൻ്റർ കീ കൊടുക്കുക. അപ്പോൾ ഒറിജിൻ ചോദിക്കും. ആ സമയത്ത് നമുക്ക് 4100 എന്നുള്ള ഒറിജിൻ ലൊക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രോഗ്രാം നമുക്ക് കാണാനായി കഴിയും. ഇതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഹോൾ പ്രോഗ്രാം കാണാനായിട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അൺഅസംബിൾ ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി നമുക്ക് ഇൻപുട്ട് ലൊക്കേഷനിൽ ഡേറ്റാസ് കൊടുക്കാം. അതിന് SD സ്പേസ് 4200 എന്നുള്ള ഫസ്റ്റ് ഇൻപുട്ട് ലൊക്കേഷൻ. അവിടെ ഇപ്പോൾ ഞാൻ 05 - 3യുടെ ആൻസറാണ് എനിക്ക് കിട്ടിയെങ്കിൽ 03 ആണ് ഞാൻ ഫസ്റ്റ് ലൊക്കേഷനിൽ കൊടുക്കുന്ന ഡേറ്റ. സെക്കൻഡ് ലൊക്കേഷനിൽ 05 എന്നുള്ള ഡേറ്റ കൊടുത്തിട്ടുണ്ട്. സോ 2 ഡേറ്റയും കൊടുക്കുക. ഡോട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രോഗ്രാം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറയാം. ഗോ 4100 കൊടുക്കുന്നു. ആ സമയത്ത് എക്സിക്യൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് ലൊക്കേഷൻ സെർച്ച് ചെയ്യുക. SD സ്പേസ് 4500ൽ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? 02 എന്നുള്ള ആൻസർ. 5 - 3യുടെ ആൻസർ 02 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഇൻപുട്ട് ഡേറ്റ കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഡേറ്റ ടെസ്റ്റ് ചെയ്ത് നോക്കാം. SD സ്പേസ് 4200ൽ 05, അതായത് 03 - 05 ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4201ൽ 03 കൊടുക്കുന്നു. ഡോട്ട് എൻ്റർ കൊടുക്കുന്നു. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറയണം. ഗോ 4100 കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. എക്സിക്യൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. റീസെറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് ലൊക്കേഷൻ SD 4500ൽ പോയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് FE 03 - 05ൻ്റെ ആൻസറായ FE നമുക്ക് റിസൾട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായി കഴിയും. ഇതുപോലെ ഈ ഇൻപുട്ട് ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റാസ് കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏത് നമ്പേഴ്സ് കൊടുത്താലും നമുക്ക് സബ്ട്രാക്ട് ചെയ്ത റിസൾട്ട് ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ഡേറ്റാസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗോ സ്പേസ് 4100 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് ഇൻ അഡ്രസ്സാണ് കൊടുക്കുന്നത്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങിയ അഡ്രസ്സിൽ പോയി എക്സിക്യൂഷൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.